ഹലോ ഗായ്സ്, ഇന്ന് രാവിലെ 10 മണിക്ക് തന്നെ ഞങ്ങള് കറങ്ങാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തേക്കാണ്. ഇന്നൊരു ബിസി ഷെഡ്യൂളാണ് ഞങ്ങൾക്ക്. ഇന്ന് കുറേ സ്ഥലം വരെ ഞങ്ങൾക്ക് കവർ ചെയ്യാനുണ്ട്. അതുകൊണ്ട് ഇന്ന് രാവിലെ 10:15 ഞങ്ങൾ ഇറങ്ങി. അപ്പൊ ഞങ്ങൾ ഇന്ന് പോകുന്നത് ഫാമിലേക്കാണ്, ചാവക്കാടുള്ള ഫാമിലേക്കാണ്. ഞാൻ ഇതുവരെ പോയിട്ടില്ല. ഇവരൊക്കെ 3-4 പ്രാവശ്യമൊക്കെ പോയിട്ടുണ്ട്, ഞാൻ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഞാനും ഹരിയേട്ടനും ഞങ്ങളെ ഫസ്റ്റ് ടൈമാണ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം. ഓക്കെ, പാർക്ക് ചെയ്യാം നമുക്ക്. ഗൈസ് നമ്മളിവിടെ ഫാമിലിയിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ ഭയങ്കര മഴയാ. ഈ മഴ ഭയങ്കര മഴയില്ല, മഴ തോളുന്നുണ്ട്. അപ്പൊ ഇതിവിടെ ഇവിടെ ഓപ്പൺ സ്പേസ് ആയതുകൊണ്ട് നമ്മളിവിടെ ഇറങ്ങി കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് തന്നെ. അപ്പോൾ നമുക്ക് മഴ മാറുമോ നോക്കാം, എന്നിട്ട് നമുക്ക് ഇറങ്ങാം. എന്താന്ന് വെച്ച് കഴിഞ്ഞാല് മുഖത്ത് മൊത്തം വെള്ളപ്പൊടികളായി. ക്രീം ഇവള് റൂം അടച്ചിട്ടിരിക്കണ കാരണം എനിക്ക് എന്റെ ക്രീം എടുക്കാൻ പറ്റിയില്ല. വൈറ്റ് കാസ്റ്റ് ഉണ്ട് നന്നായിട്ട്. ഏത് സൺസ്ക്രീനാണ് പറഞ്ഞത്? ഏത് സൺസ്ക്രീനാ? ലാക്മി. ചേട്ടൻ കൊടുത്ത വൈറ്റമിൻ സി ഫേസ് ക്രീം ബ്രാൻഡ് ഏതാണെന്ന് പറഞ്ഞു കൊടുക്കുക. അത് അടുത്ത വീഡിയോയിൽ പറയാം, കമന്റ് ബിലോ. ഗൈസ്, അങ്ങനെ നമ്മള് ഫാം ബില്ലിൽ എത്തി. ഞാൻ എടുക്ക. ബൈ ബൈ. ഇവരെന്താ വർത്താനം പറയാണോ? ഇവര് തമ്മിൽ ഫ്രണ്ട്സ് ആണോ? അയ്യോ, എനിക്ക് വെള്ളേനെ മതി. നീ ഇങ്ങനെ വർഗീയവാദി അല്ല ഞാന്. ഇന്നൊരു ചാലഞ്ച് ഞാൻ കൊടുക്കാണ് ഹരിക്ക്. പാമ്പിനെ എടുത്ത് തലയിൽ ഇട്ടിട്ട് ഫോട്ടോ എടുക്കണം. ഞാൻ രണ്ടിനും കൊടുക്കും. ഞാൻ വർഗീയവാദി അല്ല. കുറച്ച് കൂടുതൽ എടുത്ത് കൊടുക്കട്ടാ. കൊടുക്ക്. പോയി എനിക്ക് എന്നെ തൊടണ്ട എന്ന് പറഞ്ഞവരെ. അടുത്തത് കാണാൻ എന്താ പോണേ? കാണാം. എന്ത് രസമല്ല ഇതിനെ കാണാൻ. ഗൈസ്, ഇതാണ് ഞങ്ങളുടെ കോഴിറാണി. അവളുടെ ഈ വീഡിയോ എടുക്കുന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അവള് സൗണ്ട് ഉണ്ടാക്കിയപ്പോഴാണ് അവിടെ. ഞാനല്ല സൗണ്ട്, അവള് ബബ്ബണ്ട ഉണ്ടാക്കിയപ്പോഴാണ് അവർക്ക് കമ്മ്യൂണിക്കേഷൻ മനസ്സിലായി. ഞാൻ തെറ്റിദ്ധരിച്ചു. കൃഷ്ണന്റെ പശുവില്ലേ, അതുപോലല്ലേ? ഇനി തൊടട്ടെ. എടി, അതിനെ കൊതിപ്പിച്ച് കടന്നു കളയരുത്. എടി, നിന്റെ സൗണ്ട് ആ കോഴികൾക്ക് മനസ്സിലാവുന്നു വന്നിട്ടാ. കോഴികളെ റെസ്പോണ്ട് ചെയ്യുന്നുണ്ട് നിന്റെ സൗണ്ടില്. നീ കൈ അതിന്റെ ഉള്ളിട് വെറുതെ ട്ടോ. ഇതാണ് ക്രസ്റ്റഡ് ഡക്ക്. പച്ച, ചുമല, നീല, പച്ച, മഞ്ഞ കോഴികൾ. അയ്യോ, എന്ത് രസത്! ഭയങ്കര തുപ്പല്ലേ. ഹലോ ചിക്കു 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 ചിക്കു. മറ്റേ സംഭവം ഉണ്ടല്ലോ, പക്ഷെ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ കാർട്ടൂൺസിലൊക്കെ. ചേച്ചി
ചാടി നടക്കുന്ന അങ്ങനെ നമ്മുടെ ചലഞ്ചിന്റെ ഭാഗമായിട്ട് നമ്മൾ ഇവിടേക്ക് എത്തിയിരിക്കുകയാണ്. പാമ്പിന്റെ കഴുത്തിലിടാൻ പോവുകയാണ്. ആ ഇതെനിക്ക് വേണം, അതെനിക്ക്. എന്ത് രസമാണ്, എന്തൊക്കെയോ വിട്ടാ കൈ കടിക്കണം. നിങ്ങൾ രണ്ടുപേരും കാണുമ്പോ ഒരേമാതിരി ഉണ്ടല്ലോ. എടുക്ക് ധൈര്യശാലി അല്ലേ? നിസ്സാരം കണ്ടോ മൂപ്പര് എടുക്കുന്നുണ്ടല്ലേ? അതേമാതിരി അത്രയല്ലേ? എടുക്കാം എടുത്തോ. ഇവിടെ ഇവിടെ എന്തായാലും എടുക്കും. അങ്ങനെ ചന്ദ്രയുടെ കല്യാണം കഴിഞ്ഞിരിക്കുന്നു. അല്ല അത് കഴുത്തിലിട്ട എഴുതാ കേട്ടോ. പേടിക്കല്ലേ പേടിക്കല്ലേ. ഇട്ടോ അങ്ങനെ ചന്ദ്രയുടെ താലി എഴുതി പാമ്പായിട്ട്. ഫോട്ടോ എടുക്കുന്നുണ്ട്, വീഡിയോ ഫോട്ടോ. ഞാൻ എന്റെ ചാലഞ്ച് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതല്ലേ നിസ്സാരം. നീ എന്തെടുക്കാൻ? എനിക്ക് വേണ്ട, എനിക്ക് അതിന്റെ വെഴുവെളുപ്പ് എനിക്ക് ഇഷ്ടമല്ല. ഹലോ നമ്മളിനി തത്തകൾക്ക് ഫീഡ് ചെയ്യാൻ പോവാണ് കേട്ടോ. നിർത്താൻ പോവാണേ. എല്ലാവർക്കും ഭയങ്കര വിശപ്പുണ്ടായിരുന്നു. ഗൈസ് എന്റെ കമ്മല് പിടിച്ച് ഒരാൾ വലിക്കും. എന്റെ മുടി ഒന്ന് പിടിച്ച് വലിക്കല്ലേ, മാറി നിൽക്കുന്നത് മുടി. ഉമ്മ വേണോ? ചെവിയിൽ വന്നിട്ട് കൂക്ക് വിളിക്കുന്നു. ഹായ് വരൂ. ഹലോ. എന്ത് വലുതാലും ഇത്. ഇതിന് വിഷമാ തോന്നുന്നു. ഞങ്ങൾ പോണേനെ പോയിട്ട് വരാം കേട്ടോ. ബൈ ബൈ. ഇതല്ലല്ലോ കാന്താരയിലുള്ളത്. നീർനായ മീർക്കാറ്റ് എന്ന് പറയുന്നത് പെൻഗ്വിൻ പോലെ ഒരു ഇരു കാലുകളിൽ നിവർന്ന് നിൽക്കാൻ കഴിയും. കീഴിയുടെ വർഗത്തിൽ പെടുന്നു. വരണ്ട ഭൂപ്രദേശത്തിൽ കാണപ്പെടുന്നു. ഗൈസ് അതാണിത് മീർക്കാറ്റ്. പാമ്പ് വെള്ളത്തില് കുളിക്കാൻ തോന്നുന്നു. സ്നാനം ചെയ്യാം. പിടിക്കാനുള്ള കപ്പാസിറ്റി കൂടുതലില്ല. ധൈര്യം പണം വെച്ചിട്ട് ഓടി വരുന്നു. അമ്മായി അമ്മായി മുഖം നേരെ പിടിക്കും. ജീവിതം പണയം വെച്ചിട്ട് അത്രയല്ലോ. ആ സംഭവം ഇങ്ങോട്ട് നോക്കിയേ.
അങ്ങനെ കൂളാക്കിയാ ചേട്ടാ അതുകൊണ്ടാ ഉണ്ണി വാവാവോ അങ്ങനെ നമ്മള് മൃഗങ്ങളെല്ലാം കണ്ട് എല്ലാരും എടുത്തു തൊട്ടു ഫീഡ് ചെയ്തു ഇനിയിപ്പോ ഞങ്ങൾ ആടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. പറഞ്ഞോളൂ. അങ്ങനെ ഞങ്ങള് ഫാം വില്ലേന്ന് ഇറങ്ങി. അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു അല്ലേ? ഞാനും ചന്ദനും ഇഗ്വാനെ കൈ പിടിച്ച് അമ്മാനെ മാടി. അത് ഞാൻ വീഡിയോ ഇറങ്ങുമ്പോ എല്ലാവർക്കും മനസ്സിലാവും. ഭയങ്കര അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. ഇവിടെ അടുത്തുള്ള ചാവക്കാട് അടുത്തുള്ള ആൾക്കാരാണെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടും വരേണ്ട ഒരു പ്ലേസ് ആണ്. കുട്ടികൾക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഭയങ്കര എന്റർടൈൻമെന്റ് ആയിരിക്കും. അങ്ങനെ നമ്മൾ വീണ്ടും തിരിച്ച് കാറിലേക്ക് പോവാം. ഇനി ഞങ്ങൾ നേരെ വീട്ടിലേക്കായിരിക്കും പോവാം. അപ്പോൾ ഇന്നത്തെ ഈ ഫാം വില്ലേത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ലവ് യു ആൻഡ് ബൈ.